അയ്യപ്പ സംഗമത്തിൽ പങ്കെടുക്കാൻ ക്ഷേത്രങ്ങളിലെ തനത് ഫണ്ട് ഉപയോഗിക്കാമെന്ന മലബാർ ദേവസ്വം ബോർഡിന്റെ ഉത്തരവിന് സ്റ്റേ. ദേവസ്വം കമ്മീഷണറുടെ ഉത്തരവാണ് ഹൈക്കോടതി സ്റ്റേ ചെയ്തത്. ഹർജി അടുത്ത ആഴ്ചയാണ് പരിഗണിക്കുക. വിഷ്ണു സുരേഷാണ് ചേരുന്നത് കൊച്ചിയിൽ നിന്ന് വിവരങ്ങളുമായി. വിഷ്ണു, ഇത്തരത്തിൽ ഒരു ഉത്തരവ്, അത് എന്തിന് ഇങ്ങനെ ഒരു ഉത്തരവ് ഇറക്കി എന്നുള്ള ചോദ്യം ഉൾപ്പെടെയാണ് ഹൈക്കോടതിയുടെ ഭാഗത്തു നിന്നുണ്ടായത്. മറ്റെന്തെല്ലാം കാര്യങ്ങളാണ് പറഞ്ഞത്? ഇത് മലബാർ ദേവസ്വം ബോർഡിന് വലിയ തിരിച്ചടിയാകും. വലിയ തിരിച്ചടിയാണ്. ദൗർഭാഗ്യകരം എന്ന വാക്കാണ് കോടതി ഉത്തരവുമായി ബന്ധപ്പെട്ട് പുറപ്പെടുവിച്ചത് പറഞ്ഞത്. ഇതിന്റെ സംഭവം ഇങ്ങനെയാണ്. മലബാർ ദേവസ്വത്തിന് കീഴിലുള്ള ക്ഷേത്രത്തിലെ ജീവനക്കാർക്ക് ഈ അയ്യപ്പ സംഘവുമായി ബന്ധപ്പെട്ട് ഡ്യൂട്ടിയുണ്ട്. ആ സംഗമത്തിന്റെ ഡ്യൂട്ടിക്കായി പോകുന്ന ആളുകൾക്ക് ക്ഷേത്രത്തിലെ തനത് ഫണ്ട് ചെലവിനായി ഉപയോഗിക്കാം എന്നൊരു ഉത്തരവാണ് ദേവസ്വം കമ്മീഷണർ പുറത്തിറക്കിയത്. ഉത്തരവ് ചോദ്യം ചെയ്ത കാസർഗോഡ് സ്വദേശിയാണ് ഹൈക്കോടതി ദേവസ്വം ബെഞ്ചിനെ സമീപിച്ചത്. ഈ ഉത്തരവ് അടിസ്ഥാനരഹിതമാണ്, ഈ ഉത്തരവ് ചട്ടലംഘനമാണ് തുടങ്ങിയ കാര്യങ്ങളൊക്കെ പറഞ്ഞിരുന്നു. അതെല്ലാം കോടതിയും ശരിവെക്കുകയാണ്. ദൗർഭാഗ്യകരമായ കാര്യമാണ്. എന്തിനാണ് ഇങ്ങനൊരു ഉത്തരവ് ഇറക്കിയതെന്ന് മനസ്സിലാകുന്നില്ല എന്നാണ് ദേവസ്വം ബെഞ്ച് വിചിത്രമായി രേഖപ്പെടുത്തിയത്. അതോടൊപ്പം തന്നെ ഇതുമായി ബന്ധപ്പെട്ട് സർക്കാരിനും മലബാർ ദേവസ്വം ബോർഡിനും ദേവസ്വം കമ്മീഷണർക്കും ഇതിനോടകം തന്നെ നോട്ടീസ് നൽകുകയും ചെയ്തിട്ടുണ്ട്. മലബാർ ദേവസ്വം ബോർഡിന് കനത്ത തിരിച്ചടിയാണ് ഉണ്ടായിരിക്കുന്നത്. അടുത്ത ആഴ്ച ഈ ഹർജി വീണ്ടും പരിഗണിക്കും. വലിയ വിമർശനം ഇതുമായി ബന്ധപ്പെട്ടുണ്ട്. പ്രത്യേകിച്ച് ദേവസ്വം ബോർഡിന് തന്നെ മറ്റു ഫണ്ടുകളൊന്നും ഇതിൽ ഉപയോഗിക്കുന്നില്ല, ഇത് സ്പോൺസർമാരുടെ ചെലവിലാണ് ഇത് നടത്തുന്നതെന്നൊക്കെയുള്ള കാര്യങ്ങൾ സർക്കാരും ദേവസ്വം ബോർഡും ഒക്കെ തന്നെ കോടതിയിൽ പറഞ്ഞ ഘട്ടത്തിലാണ് ഇത്തരത്തിലൊരു ഉത്തരവ് അതും ദേവസ്വം ബെഞ്ചിന് മുമ്പിൽ തന്നെ വന്നു എന്നുള്ളത് ഏറെ പ്രധാനപ്പെട്ട കാര്യമാണ്. അതുകൊണ്ടാണ് മലബാർ ദേവസ്വം ബോർഡിന് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് തിരിച്ചടി ഏൽക്കേണ്ടി വന്നത്. സ്മിത, ശരി, അയ്യപ്പ സംഗമത്തിൽ പങ്കെടുക്കാൻ ക്ഷേത്രങ്ങളിലെ തനത് ഫണ്ട് ഉപയോഗിക്കാം എന്ന മലബാർ ദേവസ്വം ബോർഡിന്റെ ഉത്തരവിനാണ് ഇപ്പോൾ ഹൈക്കോടതി സ്റ്റേ നൽകിയിരിക്കുന്നത്. ദേവസ്വം കമ്മീഷണറുടെ ഉത്തരവ് സ്റ്റേ ചെയ്യുകയായിരുന്നു ഹൈക്കോടതി. വിഷ്ണു സുരേഷ് വിവരങ്ങൾ നൽകുകയായിരുന്നു. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.